ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഒരു മിനി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാണ്. പണ്ടേ എനിക്ക് ചെടി വളർത്താൻ നല്ല താല്പര്യമാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ ഒരുപാട് ചെടി വളർത്തിയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ടർട്ടിൽ വൈൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ടായി. എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ എന്റെ മെയിൻ കോൺസെൻട്രേഷൻ ലീഫി പ്ലാന്റ്സിലാണ്. അപ്പൊ പണ്ട് വളർത്തിയ ചെടികളുടെ കുറച്ച് ബാക്കിയൊക്കെ അവിടെ നിപ്പുണ്ട് കേട്ടാ. ഞാൻ പോയ ശേഷം അതിനെ അധികം ആരും ശ്രദ്ധിക്കാണ്ടായി. ജസ്റ്റ് ഉമ്മ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമാണ്. അല്ലാതെ അതിന് വളയിടാനോ അല്ലെങ്കിൽ അതിന്റെ പോട്ട് ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പം ഇപ്രാവശ്യം പോയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അതിനെല്ലാം ഇങ്ങ് എടുത്തോണ്ട് വന്ന് എന്റെ ഫ്ലാറ്റിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ ഈ ഫ്ലാറ്റ് ആയാലും നമ്മുടെ വീടായാലും ഇങ്ങനെ അവിടെ അവിടെ പച്ചപ്പൊക്കെ കാണുന്നത് നല്ല ഭംഗിയുള്ള കാര്യമല്ലേ. ഇപ്രാവശ്യം ചെന്നപ്പം അവിടെ ഇരുന്ന എല്ലാ പ്ലാന്റ്സും അതുപോലെ തന്നെ യൂസ്ലെസ് ആയിട്ടിരുന്ന കുറച്ച് പോട്ട്സ് ഒക്കെ ഓൾറെഡി യൂസ്ഡ് പോട്ട്സ് ആണ്. എന്നാൽ അത് അത്രത്തോളം ഡാമേജ് ഒന്നും ആയി. അപ്പൊ പുതിയ പോട്ട്സ് മേടിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പ്ലാന്റ്സും അതേപോലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പോട്ട്സും വെച്ചുകൊണ്ട് നമുക്കിന്ന് ഒരു മിനി ഗാർഡൻ നമ്മുടെ ഫ്ലാറ്റിൽ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ചെടിയുടെ കളക്ഷൻസ്. ഇതിന്റെ പേരൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഞാൻ മിക്കതും മറന്നുപോയി. ഞാൻ ഇതിനെ കൊണ്ടുവന്നത് ചെടിച്ചട്ടിയിൽ നട്ട കണ്ടീഷനിലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ഈ ബുഷി പ്ലാന്റ്സ് ഒക്കെ വളർന്നിട്ട് അതിന്റെ സ്റ്റെമ്മൊക്കെ നല്ല നീളം വെച്ചിട്ട് സ്റ്റെമ്മിന്റെ അറ്റത്ത് രണ്ട് ലീഫ്, അതായിരുന്നു കണ്ടീഷൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് റീപ്ലാന്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഭംഗി. കാരണം കാണാൻ ഒരു ഭംഗി അതാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ പോട്ടുകളെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കാരണം പോട്ടിൽ മൊത്തം പായലായിരുന്നു. ഇത്രയും നാൾ ശ്രദ്ധിക്കാതെ പുറത്തിരുന്ന പോട്ടുകളാണ്. അതുകൊണ്ട് അതെല്ലാം എടുത്ത് മണ്ണെല്ലാം ഞാൻ കൊട്ടി ഒരു ബേസിനിലിട്ട ശേഷം ആ പോട്ടെല്ലാം ഞാൻ വാഷ് ചെയ്ത്. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇരുന്ന് അലയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ മൈക്ക് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഒരു പകുതിയോളം എത്തിയപ്പോഴാണ് മനസ്സിലായത് മൈക്ക് ചാർജ് തീർന്നിട്ട് ഓഫായിട്ട് കുറേ നേരമായെന്ന് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും ചെടി നട്ടു തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ആദ്യം മാറ്റി വെക്കുന്ന പ്ലാന്റ് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിയ ലീഫുമാണ്. അതൊരു സ്പൈറൽ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു സപ്പോർട്ടിനായിട്ട് ഒരു മരം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിനകത്ത് പടർന്ന് കയറിക്കോളും കേട്ടോ. എൻ്റെ വീട്ടിലൊരു മുരിങ്ങയെ ചുറ്റിയിട്ടാണ് അത് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ബുഷി പ്ലാന്റ് ആണ്. ഇത് നിന്ന് നിന്ന് അതിന്റെ സ്റ്റെം എല്ലാം വലുതായതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെമ്മിനെ എല്ലാം ക്രോപ്പ് ചെയ്താണ് നടുന്നത്. ഇത് ഞാൻ 2020 ഇത് വാങ്ങുന്ന സമയത്ത് ഈ പ്ലാന്റ് ഞാൻ ആരുടെ കയ്യിലും കണ്ടിട്ടില്ല കേട്ടോ. നല്ല വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിനെ കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് ചെടിയുടെ ലുക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫും നല്ല കട്ടിയാണ്, ഇതിന്റെ സ്റ്റെമ്മും നല്ല കട്ടിയാണ് കേട്ടോ. ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തൊട്ട് നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടേ തോന്നുള്ളൂ. കാരണം അത്രത്തോളം കട്ടിയാണ് അതിന്റെ ഇലക്ക് കേട്ടോ. അപ്പൊ അതിനെ ഞാൻ ഓരോന്നിനായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ നടുന്നത്. ഇതിന്റെ പ്രൊപ്പഗേഷൻ ഇതിന്റെ സ്റ്റെമ്മിനെ കട്ട് ചെയ്ത് നടുന്നതാണ് കേട്ടോ. പക്ഷെ ഇത് വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും കേട്ടാ. നല്ല രീതിയിൽ അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അധികം അതിനെ അനക്കാതെ നല്ല കെയർ കൊടുത്ത് സൂക്ഷിച്ചാലേ അതിന് വേര് പെട്ടെന്ന് വരത്തുള്ളൂ. വേര് വരാൻ നല്ല സമയം എടുക്കും. ഏകദേശം 2 ആഴ്ചയെങ്കിലും ആവും കേട്ടോ അതിന്റെ വേരൊന്ന് പിടിച്ചു തുടങ്ങാൻ. അതുവരെ അതങ്ങനെ ഇലയും കൊഴിഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കും. എന്നാലും നമ്മൾ അതിന്റെ മൂട് അനക്കാതെ വെച്ചിരുന്നാൽ അത് ചിലപ്പോൾ കിളുത്ത് വരും കേട്ടോ. എനിക്ക് 2-3 വട്ടം ഇതുപോലെ ഞാൻ മാറ്റി നട്ടിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെയാണ് അത് ശരിയായി വന്നത്. ഇതിന്റെ സ്റ്റെമ്മൊക്കെ എന്നിൽ നിന്ന് കുറെ പേര് കളക്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം ഭംഗിയാണ് ഇതിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അത് വളർന്ന ശേഷം അതിന്റെ വേരൊക്കെ വലിയ തടി പോലെ ആയി കേട്ടോ. അപ്പൊ ആവശ്യമുള്ള പോർഷൻ മാത്രം നമുക്ക് എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നടാം. അപ്പൊ നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇത് ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. ഇങ്ങനെ ചട്ടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ അത് വളർന്നിറങ്ങി കിടക്കുന്ന കാണാനാണ് നല്ല ഭംഗി കേട്ടോ. ഇത്രത്തോളം നീളം അതിന്റെ സ്റ്റെമ്മിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിനെ എല്ലാം കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നടുന്നത്. ഏത് ചെടിയായാലും നമ്മൾ കറക്റ്റ് അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അതിന്റെ തോന്നിയ രീതിക്ക് വളരും. അതുപോലെ തന്നെ ഇതിന് മാൽ ന്യൂട്രീഷനും ഉണ്ട്. കറക്റ്റ് വളമൊന്നും ഇടാത്തത് കൊണ്ട് അത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിന്നത് കേട്ടോ. കുറച്ചുകൂടെ ഡാർക്കാണ് അതിന്റെ ലീഫിന്റെ കളറ്. ഇത് എൻ്റെ ലീഫ് എല്ലാം ഒരുമാതിരി ചുമന്ന കളർ റോസ് കളറും ഒക്കെ ആയിപ്പോയി. കാരണം മാൽ ന്യൂട്രീഷൻ ആണ് മെയിൻ റീസൺ കേട്ടോ. ഇനി നമുക്ക് ആ വലിയ പ്ലാന്റിനെ നടാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പോട്ടിനകത്തുള്ള ഹോളെല്ലാം, ഡ്രെയിനേജ് ഹോളെല്ലാം ജസ്റ്റ് ഒരു കല്ല അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും മെറ്റലാ വെച്ച് നമുക്ക് മൂടാം. എൻ്റെ കയ്യിൽ ഒരു ടൈലിന്റെ പീസ് ഉണ്ടായിരുന്നു ഓൾറെഡി ആ പോട്ടിൽ ഇരുന്നത് തന്നെ. അപ്പൊ അതിനെടുത്ത് വെച്ച് ഞാൻ മൂടി. പിന്നെ ആവശ്യമില്ലാത്ത
വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയും വേരിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് വേര് മതി. ഇത് ആ വലിയ ചെടിയായി നിന്നതിൻ്റെ വേരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം എനിക്ക് അതിൻ്റെ 2 പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കുത്തി നിർത്തിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, അതൊരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കത്തില്ല, എന്തിനെങ്കിലും ചുറ്റിയിട്ടേ അത് വളരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വലയടിക്കുന്ന പഴയ ഒരു കമ്പുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയതായിരുന്നു കേട്ടോ. അതിനെടുത്തുകൊണ്ട് വന്ന് കുത്തി നിർത്തിയ ശേഷം മണ്ണിട്ട് അതിനെ സെറ്റ് ചെയ്തെടുത്ത മിക്ക പ്ലാന്റ്സും കരിഞ്ഞു കേട്ടോ. കരിഞ്ഞല്ല, വാടിപ്പോയിട്ടുണ്ട്. കാരണം ഏകദേശം 24 മണിക്കൂറായി ഞാൻ അതിനെ എടുത്തിട്ട് ഈ പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. ഈ 24 മണിക്കൂറിൽ ഒരു 16 മണിക്കൂർ അത് കാറിൻ്റെ ഡിക്കി കിടന്ന് വെയിലടിച്ച് നശിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് മിക്കതും വാടിയാണ് നിൽക്കുന്നത്. ഇനി നട്ട ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേണം അതിനെ ഒന്ന് ജീവൻ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് പിന്നീട് നമുക്ക് എന്തെങ്കിലും വെച്ച് കെട്ടി വെച്ച പോലെ ആ സ്റ്റെമ്മുമായിട്ട് ആ കമ്പുമായിട്ട് അത് അറ്റാച്ച് ആയിരിക്കുള്ളൂ. അതിനങ്ങനെ വിട്ടിട്ട് നമുക്ക് അടുത്ത പ്ലാന്റ് എടുക്കാം. എല്ലാം നല്ല വാടി കുഴഞ്ഞിരിക്കുന്നു. തലേ ദിവസം ഒരു 12 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണിയായി. അതുവരെയും ഈ വണ്ടിയിൽ തന്നെയാണ്, വണ്ടിയുടെ ഡിക്കിയിൽ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം കിടന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വാടി നിൽക്കുന്നത്. പക്ഷെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതെല്ലാം സെറ്റായി വരും. ഈ പ്ലാന്റ് നല്ല രസമാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇപ്പം ഈ വെറൈറ്റീസ് ഒക്കെ ഇപ്പം മിക്ക ആൾക്കാരുടെയും വീട്ടിലുണ്ട്. ഞാനിപ്പോൾ എവിടെ പോയാലും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മേടിച്ച സമയത്തൊക്കെ ഇതങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ലാത്ത വെറൈറ്റീസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതും ഇങ്ങനെ ഒരുപാട് ഇലയൊന്നും ഇല്ലാതെ സ്റ്റെം ഇങ്ങനെ നീണ്ടു പോകുന്ന തരം ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം പേര് എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി. മിലു ആയ ശേഷം ഇതിൻ്റെ ഒന്നും പിറകെ ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ എല്ലാ പരിപാടിയും ഒരുവിധം തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ലാസ്റ്റ് നമ്മുടെ മണി പ്ലാന്റ് ആണ് നടുന്നത്. മണി പ്ലാന്റ് ഈ പറഞ്ഞതുപോലെ നല്ല നീളത്തിൽ വളർന്നു പോയേക്കായിരുന്നു. ഇതെല്ലാം ഞാൻ ബുഷിയാക്കി നിർത്തും കേട്ടോ. നമ്മൾ ഈ ആവശ്യമുള്ള ഇങ്ങനെ വളർന്ന് ഒരുപാട് നീളം വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബുഷിയാക്കി നിർത്തിയിരുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതും സെറ്റ് ചെയ്ത് ഇനി കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്. അതിനെല്ലാം നമുക്ക് ചെറിയ കുറച്ച് പോട്ടുകളുണ്ട്, മഡിൻ്റെ പോട്ടുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത ശേഷം നട്ടു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ആ ചെറിയ ഇതിലാക്കി വെച്ചിരുന്നത് നല്ലൊരു ബുഷാണ് കേട്ടോ. അത് പക്ഷേ ഇപ്പം ഈ ഇടയായിട്ട് വെള്ളം കൂടിപ്പോയിട്ട് നശിച്ചു പോയതാണ്. പക്ഷെ അത് കുഴപ്പമില്ലാതെ പിടിച്ചു വരുന്നുണ്ട്, അത് ശരിയായി വരും കേട്ടോ. അപ്പം നമുക്ക് ആ മഡിൻ്റെ പോട്ടിൽ നടാൻ വേണ്ടിയിട്ട് ചെറിയ മിനിയേച്ചർ പ്ലാന്റ്സ് ഒക്കെയാണ് വേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ തൽക്കാലം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തൊരു സ്പൈഡർ പ്ലാന്റിനെയും വെച്ച് മറ്റതിനകത്ത് കുറച്ച് നമ്മുടെ മണി പ്ലാന്റിൻ്റെ പോത്തോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും വെച്ച് കേട്ടോ. ഈ പോത്തോസിൻ്റെ ഒരു 2-3 പോട്ട് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നടാൻ പറ്റാത്തതായിട്ടുള്ള ബാക്കി ചെടികളെയെല്ലാം ഈ പോട്ടിൽ ഞാൻ മണ്ണും വെച്ച് ഇങ്ങനെ കുത്തി നിർത്തും കേട്ടോ. ഇനി ഞാൻ പിന്നീട് ഈ പോട്ടൊക്കെ മേടിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിനെടുത്ത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഈ പോട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ യൂണിവേഴ്സൽ പോട്ടാണ്. പുതിയ പ്ലാന്റ്സ് വരുന്നത് വരെ എന്നിൽ വരുന്ന എല്ലാ ചെടിയും ആ പോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ നട്ട ശേഷമുള്ള വീഡിയോ ആണ്. ഇനി ഇവിടെ ക്ലീൻ ചെയ്തുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിച്ച്. അപ്പോൾ ക്ലീനിങ്ങിനായി ഞാൻ എല്ലാ പോട്ടിനെയും പറക്കി അപ്പുറത്തോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നട്ട് കഴിഞ്ഞിട്ട് ഇതിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സംതൃപ്തിയാണ് കേട്ടോ. കാരണം ഈ പോട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ എടുത്ത ടൈമും എഫേർട്ടും ഒക്കെ എനിക്ക് ആ നട്ട് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് തൂക്കണം, അതുപോലെ തന്നെ ഒന്ന് തുടച്ചുകൂടെ ഇടണം. കാരണം മിലുവൊക്കെ ഉള്ളതല്ലേ. മിലു ആണെങ്കിൽ തറയിലാണ് മിലുവിൻ്റെ പരിപാടികളെല്ലാം, അതുകൊണ്ട് തുടച്ചും കൂടെ ഇടണം. ഇനി നട്ട ശേഷമുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ ആ ഒരു പച്ചപ്പ് വന്നപ്പോഴും. ഈ വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ് ഇത് ഇത്രയും നട്ടിട്ട് ഈ വീഡിയോ കണ്ട ശേഷം. അപ്പം ഇനി എന്തായാലും പ്ലാന്റ്സ് കുറച്ചൊന്ന് ഗ്രോ അപ്പ് ആവാനും കൂടെ നമുക്ക് സമയം കൊടുക്കണം. കുറേയൊക്കെ വാടിയിരിക്കുകയല്ലേ. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.